ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് 1492 ഒക്ടോബർ മാസം 14-ാം തീയതിയായിരുന്നു. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയച്ച സ്പെയിനിലെ രാജാവ് ഫെർഡിനാൻഡ് ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് 5 മാസത്തിന് ശേഷമായിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് 1868 ഈ ദുരന്ത വാർത്ത യൂറോപ്പിൽ അറിഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ വധത്തിന് ശേഷം 12 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. ഇത് സംഭവിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം 1969 ചരിത്രത്തിലാദ്യമായി മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ ആ മഹാസംഭവം തത്സമയ സംപ്രേഷണം വഴി ലോകത്ത് പല സ്ഥലങ്ങളിലും ടെലിവിഷനിൽ മനുഷ്യൻ അതേ സമയത്തു തന്നെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ മാധ്യമ യുഗത്തിൽ പരസ്പരമുള്ള സമ്പർക്ക മാധ്യമങ്ങളുടെ സാധ്യതകൾ കൂടുതൽ സമൂഹത്തിൽ കടന്നു വന്നു. ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്നും അവരുടെ ബന്ധത്തിലുള്ള സഹോദരങ്ങളെ നേരിൽ കണ്ടുപോലും സംസാരിക്കുവാനുള്ള സാധ്യത ഇന്ന് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ ലോകം തന്നെ ചെറിയ ഒരു ഗ്രാമമായി ചുരുങ്ങിയിരിക്കുന്നു. എങ്കിലും ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. പരസ്പരമുള്ള ബന്ധം, അടുപ്പം, കൂട്ടായ്മ, ഐക്യം, പരസ്പരം മനസ്സിലാക്കാനുള്ള സാധ്യതക്കുറവ് കൂടുതലായി ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും സമ്പർക്ക മാധ്യമങ്ങളുടെ സാധ്യത കടന്നു വന്നിട്ടും ഇന്ന് കൂടുതലായി കടന്നു വന്നിരിക്കുന്നു. മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ കവി കെ സച്ചിദാനന്ദൻ്റെ ഭൂമിയുടെ ചടങ്ങുകൾ എന്ന കവിത ശ്രദ്ധേയമാണ്. അദ്ദേഹം അതിലെഴുതിയത് ഇപ്രകാരമാണ്: ചൈനയിലെ തത്തകളും ഇന്ത്യയിലെ തത്തകളും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്. ലോകമെമ്പാടും ടൈപ്പ് റൈറ്ററുകൾ സംസാരിക്കുന്നത് ഒരേ സ്വരത്തിലാണ്. പുല്ലിനിടയിലെ പച്ചക്കുതിരയും കട്ടുറുമ്പിൻ്റെ ഭാഷ തിരിച്ചറിയുവാൻ ആകുന്നു. എന്നാൽ ഒരു മനുഷ്യന് അവൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും ഭാഷ മനസ്സിലാകുന്നില്ല. അപരിചിതരായി നാം ഇവിടെ ജീവിക്കുന്നു. അപരിചിതരായി നാം ജീവിക്കുന്നു. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ പരസ്പരം ഭാഷ മനസ്സിലാക്കാത്ത വിധത്തിൽ പരസ്പരം ഹൃദയങ്ങൾ അകന്ന സാഹചര്യത്തിൽ ജീവിക്കുന്നു. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗമുണ്ട്. അങ്ങനെ ആത്മാവിൻ്റെ കൃപ ആ സമൂഹത്തിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ അടുക്കുവാൻ തുടങ്ങി. പരസ്പരം വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നവർ ഒരേ ഭാഷയിൽ മനസ്സിലാക്കുവാൻ തുടങ്ങി. നടപടി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ അപ്പോസ്തലന്മാരെ ശ്രവിച്ച
വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ട് വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? അങ്ങനെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ പരസ്പരം മനസ്സിലാക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആ വചനം ഗ്രഹിച്ച് സ്നേഹത്തിൻ്റെ ഒരു പുതിയ ശൃംഖല രൂപീകൃതമാകാൻ, പരസ്പര ഐക്യത്തിൻ്റെ പുതിയൊരു സംസ്കാരം സംജാതമാകുവാൻ ആത്മാവിൻ്റെ ചൈതന്യം അവരിലേക്ക് പെയ്തിറങ്ങുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സഭാസമൂഹങ്ങളിലും സഭകൾ തമ്മിലും സമൂഹത്തിലുള്ള വ്യത്യസ്ത പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരും പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ചൈതന്യം, കൃപാവരം, വരദാനം നമ്മിലേക്കും പെയ്തിറങ്ങണം. നടപടി പുസ്തകത്തിൽ പറയുക, ആദിമ സഭയിൽ തീനാളങ്ങളെ പോലെയാണ്, തീനാവുകളെ പോലെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതെന്ന്. നാവ് തീർച്ചയായും വചനത്തെ ഓർപ്പിക്കുന്നു. അവരുള്ള ആ അഗ്നി എല്ലാ ചേരിതിരിവുകളെയും എരിച്ചു കളഞ്ഞ് പരസ്പരം സ്നേഹത്തിൽ പുതിയ ഒരു ശൃംഖലയിൽ തീർക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ വിവിധ ഭാഷകൾ സമൂഹത്തിൽ വന്നതിനെ പറ്റിയുള്ള വിവരണമുണ്ട്. ബാബേൽ ഗോപുരത്തെ പറ്റിയുള്ള ആ വിവരണത്തിൽ ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അങ്ങനെ അല്ലെങ്കിൽ നാം ഭൂമുഖത്ത് ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്ക് ഒരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗിക്കുമ്പോൾ, സ്വാർത്ഥത അവരുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാകാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. സ്വാർത്ഥത ഹൃദയത്തിൽ നിറയുമ്പോൾ, സ്വാതന്ത്ര്യം സ്വാർത്ഥതയ്ക്കായി വിനിയോഗിക്കുമ്പോൾ, അവിടെ പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം ഹൃദയം ഭിന്നിച്ച് പോകുന്നു. ഭിന്നിപ്പിൻ്റെ സംസ്കാരം സംജാതമാകുന്നു. സമൂഹത്തിൽ വിവിധ ഭാഷകൾ കടന്നു വരണമെങ്കിൽ, പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ആ ഐക്യപ്പെടുത്തുന്ന ചൈതന്യം അവരിലേക്ക് കടന്നു വരണം. യുകാറ്റിൻ്റെ 120-ാം ഖണ്ഡികയിൽ വിശുദ്ധ അഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റി വിവരിക്കുക, നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തനായ അതിഥി എന്നാണ്. അങ്ങനെ ആത്മാവിൻ്റെ ചൈതന്യം, കൃപാവരം ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശാന്തതയും പരസ്പരമുള്ള ധാരണയും ഐക്യവും ഒക്കെ സംജാതമാകും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ
ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം വാക്യത്തിൽ നാം കാണുക ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളാണ്. സ്നേഹം, സന്തോഷം, ക്ഷമ, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. അങ്ങനെ ഈ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ, ജീവിതത്തിൽ വന്ന് നിലനിൽക്കുമ്പോൾ പരസ്പരമുള്ള ധാരണയും ഐക്യവും സംജാതമാകും. പരിശുദ്ധാത്മാവെന്ന ആ പ്രശാന്തനായ അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരുടെ നൊമ്പരങ്ങളും ഗദ്ഗതങ്ങളും തിരിച്ചറിയുവാൻ, അങ്ങനെ പരസ്പരം സ്നേഹത്തോടുകൂടെ വ്യാപരിക്കാൻ, അനുരഞ്ജനത്തിൻ്റെ രൂപയിൽ എന്നും ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നിറവ് ഹൃദയത്തിൽ അനുഭവിക്കുന്നവർ കരുത്തരായി മാറുന്നു. അവർക്ക് ദൈവം നൽകുന്ന ദൗത്യവും ഉത്തരവാദിത്വങ്ങളും കടമകളുമൊക്കെ കൃത്യമായി നിർവഹിക്കുവാനുള്ള ദൈവിക വരദാനം സ്വന്തമായി ലഭ്യമാകുന്നു. പഴയ നിയമത്തിൽ മുതലുള്ള പല വ്യക്തികളെയും നാം പരിശോധിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നത് അതുതന്നെയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതമെടുക്കാം. ദൈവം ഇപ്രകാരം പറയുക: അബ്രഹാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. അങ്ങനെ ദൈവം നൽകുന്ന ആ വാഗ്ദാനം, അതിൻ്റെ ആഴം തിരിച്ചറിയുവാൻ അബ്രാഹത്തിന് പ്രയാസമായി മാറുന്നു. കാരണം പറയുന്നത് ഇതാണ്: കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഈ വാർദ്ധക്യത്തിൽ, പ്രത്യേകിച്ച് ഭാര്യ സാറ വന്ധ്യ എന്നറിയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ദൈവം തനിക്ക് ഒരു പ്രതിഫലമായി ജീവിക്കും? കർത്താവ് ആ മനുഷ്യനെ വിളിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ഒരു മനുഷ്യനിൽ, ദൈവത്തിൽ അടിയുറച്ചാശ്രയിച്ച് സർവ്വതും സമ്പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഇങ്ങനെ കൃപയായി, കരുത്തായി ആ ദൈവിക ചൈതന്യം കടന്നു വരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയുടെ അനുഭവവും ഇപ്രകാരം തന്നെയാണ്. അങ്ങനെ എരിയുന്ന ആ മുൾപ്പടർപ്പിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മോശ തിരിച്ചറിയുന്നു. മോശയ്ക്ക് ദൈവം ആ ദൗത്യം നൽകുമ്പോൾ തീർച്ചയായും സംസാര പാഠവുമില്ലാത്ത ഫറവോൻ്റെ സന്നിധിയിൽ ആ അരമനയിൽ കയറി ചെന്ന് തൻ്റെ ജനത്തെ വിട്ടുതരണം എന്നാവശ്യപ്പെടാൻ ഞാൻ ആരാണ്? മോശയ്ക്ക് ലഭിച്ച കരുത്തും അനുഗ്രഹവും ഇതാണ്: ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ചൈതന്യം സാധാരണ മനുഷ്യ വ്യക്തികളിൽ വന്നു നിറയുമ്പോൾ അവർ കരുത്തരായി മാറുന്നു. ദൈവമേൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള ആന്തരിക ശക്തിയും കൃപയും സ്വന്തമാകുന്നു. ദാവീദിൻ്റെ ജീവിതം അപ്രകാരം തന്നെയാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ ജെസ്സയുടെ മക്കളെ വിളിച്ചു കൊണ്ടുവരുവാൻ ആ പിതാവിനോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ഗണത്തിൽ യഥാർത്ഥത്തിൽ ദാവീദിനെ ഉൾപ്പെടുത്തുന്നു പോലുമില്ല. പക്ഷേ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിലും. അങ്ങനെ അവസാനം തൻ്റെ ഇളയ മകനെ ദാവീദിനെ പറ്റി പറയുന്നു. അവൻ ആടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ്. ജെസ്സെ അവസാനം അവനെ ആളയച്ച് വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. അങ്ങനെ കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ്
ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവർ, ആ ആത്മാവിനാൽ ആവസിക്കപ്പെടുന്നവർ ദൗത്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കരുത്തും കഴിവും സംലബ്ധമാകുന്നു എന്ന് മാത്രമല്ല, ആ ദൗത്യപൂർത്തീകരണത്തിന് അവിടുത്തെ സന്തത സാന്നിധ്യം, സാമീപ്യം അനുഗ്രഹമായി, അഭിഷേകമായി അനുഭവവേദ്യമാകുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ നസ്രത്തിലെ ആ ഗ്രാമീണ കന്യകയെ സമീപിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഈ അഭിവാദനവും ഈ ദൗത്യം ലഭിച്ചപ്പോൾ സ്വാഭാവികമായും മറിയത്തിൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥതകൾ നിറയുന്നു. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതെങ്ങനെ സംഭവിക്കും? പലപ്പോഴും പുതിയ ദൗത്യങ്ങൾ നമ്മുടെ മേൽ വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ നാമും അറിയാതെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഒരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥതയോടെ അറിയാതെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ജയിക്കുമോ? ഈ ഒരു പരീക്ഷ, IELTS, സിവിൽ സർവീസ്, ഇപ്രകാരമുള്ള വലിയ പരീക്ഷകളുടെ മുൻപിൽ പോലും നാം ചോദിക്കാറുണ്ട്: ഇത് നടക്കുമോ? ഈ പ്രാവശ്യം ഞാൻ പാസ്സാകുമോ? വലിയ സാമ്പത്തിക ബാധ്യത നമ്മെ ജനിക്കുമ്പോൾ ഇതിൽ നിന്ന് എനിക്കെങ്ങനെ വിമുക്തി പ്രാപിക്കാനാകും? അല്ലെങ്കിൽ ഒരു ഭവനം പണിയണം, അതിനുള്ള സാധ്യതകൾ കാണാതാകുമ്പോൾ, വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിനുള്ള സാധ്യതകൾ തെളിയാതിരിക്കുമ്പോൾ ഇതെങ്ങനെ നടക്കും? പരിശുദ്ധ കന്യകാമറിയം ചോദിച്ച അതേ ചോദ്യം: ഇതെങ്ങനെ നടക്കും? പരിശുദ്ധ അമ്മയുടെ ആ ചോദ്യത്തിന് 3 വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അങ്ങനെ ആത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് പെയ്തിറങ്ങുമ്പോൾ, ആ കൃപയിൽ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമായിരിക്കാം, കുരിശുകൾ കടന്നു വരുമായിരിക്കാം. എങ്കിലും ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ദൗത്യ പൂർത്തീകരണത്തിന് നമുക്ക് അനുഗ്രഹമായി, അഭിഷേകമായി നിലനിൽക്കൊള്ളും. അതോടൊപ്പം തന്നെ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ആ ശക്തിയാണ്, ആ കരുത്താണ് നമ്മെ മുന്നോട്ട് നയിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിലും കുരിശുകൾ നിറയുമ്പോഴും കൂരിരുളിൻ്റെ നിമിഷങ്ങളിലും നമ്മെ ആ പ്രകാശധാരയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം ലഭ്യമാകുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ആ ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് സമസ്തവും സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് തൻ്റെ ദൗത്യം, ദൈവമേൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുവാൻ ആകുക. ഇതേപോലെ തന്നെ ആ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അപ്പോസ്തലന്മാരും തങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ കൃപ കൂടുതലായി അനുഭവിക്കുക. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുക: ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അങ്ങനെ പരിശുദ്ധ മറിയം പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും അനുഭവിച്ച വ്യക്തി. കാര്യം ശരി, കാൽവരിയിലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വ്യാകുലതയോടെ തൻ്റെ അരുമ മകൻ പിടഞ്ഞു നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നെങ്കിലും അപ്പോഴും പ്രത്യാശയോടെ നോക്കി നിൽക്കാനാകുക ആ ആത്മാവിൻ്റെ കൃപ ആഴത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായതുകൊണ്ടാണ്. യേശുവിൻ്റെ മരണശേഷം ഇങ്ങനെ അസ്വസ്ഥതകളും ഉത്കണ്ഠയും നിറഞ്ഞ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ പ്രാർത്ഥന നിരതരായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ കടന്നു വരിക. അതിനുശേഷം പിന്നീട് അവർ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ യേശുവിൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ചങ്കൂറ്റത്തോടുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ആ പ്രഘോഷണം അത്ഭുതങ്ങൾ വഴി സ്ഥിരീകരിക്കുവാനുള്ള സാധ്യതകൾ അവരുടെ ജീവിതത്തിൽ തെളിയുന്നു.
യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മരണശേഷം പത്രോസും കൂട്ടരും അവരെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. അതിൻ്റെ 4-ാം വാക്യത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യമുണ്ട്. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ തിബേരിയസ് കടലിൽ മീൻ ഒന്നും ഇല്ലാതിരുന്നിട്ടല്ല, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ 3 വർഷമായി ക്രിസ്തുവിനോടൊപ്പം അനുധാവനം ചെയ്തിരുന്നതുകൊണ്ട് ആ പഴയ ജോലി മറന്നുപോയിട്ടുമല്ല. പക്ഷേ ആ രാത്രിയിലെ അവരുടെ അനുഭവം അവർക്കൊന്നും കിട്ടിയില്ല എന്നതായിരുന്നു. യേശുവിൻ്റെ വചനമനുസരിച്ച് അവർ വീണ്ടും വലയെറിഞ്ഞപ്പോൾ സമൃദ്ധിയുടെ അനുഭവം, 153 വലിയ മത്സ്യങ്ങൾ. അങ്ങനെ ആ നിരാശയുടെ അനുഭവത്തിൽ നിന്നും പ്രത്യാശയിലേക്ക് കടന്നു വരികയാണ്. ഉദ്ധിതനായ നാഥൻ്റെ അവർ മുഖാമുഖം ദർശിച്ചപ്പോൾ, ആ സ്നേഹം വീണ്ടും അഭിഷേകമായി അനുഭവിച്ചപ്പോൾ, ആത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ കരുത്തരായി മാറുന്നു, കൃപകൾ നിറഞ്ഞവരായിത്തീരുന്നു. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ജെറൂസലേമിലെ ആ സിനഗോഗിൽ ഭിക്ഷയാചിച്ചിരുന്ന ആ മനുഷ്യൻ പതിവ് പോലെ ഭിക്ഷാപാത്രം പത്രോസിൻ്റെ നേരെ നീട്ടുമ്പോൾ പത്രോസ് പറയുക, സ്വർണമോ വെള്ളിയോ എൻ വശമില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. തുടർന്ന് നാം വായിക്കുക, അവൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി അവരോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നതാണ്. മുന്നറിയിപ്പ് നൽകിയിട്ടും 3 പ്രാവശ്യം യേശുവിനെ ഉപേക്ഷിച്ച പത്രോസ് എങ്ങനെ ഇത്രയും വലിയ കൃപ നിറഞ്ഞ മനുഷ്യനായിത്തീരുന്നു? പഴയ ജോലിയിലേക്ക് തിരികെ പോയി നിരാശനായി കഴിഞ്ഞ ഈ മനുഷ്യൻ, വെറുമൊരു സാധാരണ മീൻപിടുത്തക്കാരൻ, ഇതാ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായും ആ പ്രഘോഷണം അത്ഭുതങ്ങൾ വഴി സ്ഥിരീകരിക്കുന്നവനായും തീരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ കൃപ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുമ്പോൾ നാം കരുത്തരായി അഭിഷേകത്തിൽ നിറഞ്ഞവരായി തീരുന്നു. പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ വിവരണം നടപടി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിലുണ്ട്. ഒരു സൈനിക ഉദ്യോഗസ്ഥനായി അഹങ്കാരിയായി കുതിരപ്പുറത്ത് നടക്കുമ്പോഴാണ് ഇതാ തകിടം മറിഞ്ഞ് താഴെ വീഴുന്നതും അന്ധനായിത്തീരുന്നതും. എന്നാൽ ആത്മാവിൻ്റെ കൃപ ഈ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷകനായിത്തീരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആത്മാവേ, അവിടുത്തെ ചൈതന്യം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെല്ലാം എടുത്തു മാറ്റി അങ്ങയുടെ കൃപയിൽ ആകുവാൻ, ദൈവമേ അങ്ങേൽപ്പിക്കുന്ന ആ ദൗത്യമനുസരിച്ച് ജീവിക്കുവാൻ, ആ ദൗത്യ നിർവാഹകരായി കഴിയുവാൻ വേണ്ട കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചാലും ആ ആശ്വാസദായകനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആ കൃപയും കരുത്തും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എന്നും അനുഭവിക്കാൻ, ഒരു നിമിഷം പോലും നിരാശരായി കഴിയാതെ എന്നും പ്രത്യാശയിൽ ആ ആത്മാവിൻ്റെ വരദാനം അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന ആ ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുവാനുള്ള വരദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങനെ എന്നും അങ്ങയുടെ വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത വിളവെടുപ്പിൻ്റെ ആഘോഷത്തിൻ്റെ ഉത്സവമാണ്. യഹൂദ പാരമ്പര്യത്തിൽ വിളവെടുപ്പാണെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യത്തിലും യഥാർത്ഥത്തിൽ പെന്തക്കോസ്ത പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള വിളവെടുപ്പാണ്. യേശു കാൽവരിയിലെ ആ കുരിശിൽ തൻ്റെ ചോര വളമായി പോഷകമായി സമർപ്പിച്ചപ്പോൾ അതുവഴി ആ ഉദ്ധിതനായ നാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുക ഈ ഒരു വലിയ വിളവെടുപ്പിൻ്റെ അനുഭവമാണ്, ഉത്സവ ആഘോഷമാണ്, അഭിഷേകമാണ്. ആത്മാവേ, അങ്ങ് കടന്നു വന്ന് ഞങ്ങൾ അഭിഷേകിക്കണമേ.
കൃപകളാൽ നിറയ്ക്കണമേ. നമുക്കെന്നും പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം, സമ്പന്നമായ ഒരു ജീവിതം നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.